ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ഇന്ന് ലോക്സഭയിൽ പരിഗണിക്കും. 118 പ്രതിപക്ഷ എംപിമാർ ഒപ്പുവെച്ച പ്രമേയം ഡോക്ടർ മുഹമ്മദ് ജാവേദാണ് അവതരിപ്പിക്കുക. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി എംപിമാർക്ക് കോൺഗ്രസ് 3 ദിവസത്തെ വിപ്പ് നൽകിയിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം ചർച്ച ചെയ്യണമെന്ന ആവശ്യത്തിൽ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമാകും. വിഷയത്തിൽ ചർച്ച വേണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ തള്ളി ഇന്നലെ ഏകപക്ഷീയമായാണ് കേന്ദ്ര സർക്കാർ ഇരുസഭകളിലും പ്രസ്താവന നടത്തിയത്. അമേരിക്കയുടെ പ്രസ്താവനകളിൽ മൗനം തുടരുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെയും സഭയിൽ പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. റഷീദ് ബിൻ മുഹമ്മദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. റഷീദ്, ഇന്നിപ്പോൾ പാർലമെന്റ് സമ്മേളിക്കുമ്പോൾ സഭ പ്രക്ഷുബ്ധമാകാനുള്ള സാഹചര്യം തന്നെയാണ് കാണുന്നത്. അതിനപ്പുറത്തേക്ക് സ്പീക്കർക്കെതിരായ അവിശ്വാസ പ്രമേയ നീക്കമാണ് ഏറ്റവും പ്രധാനമായുള്ളത്. അതും ഒപ്പം തന്നെ മറ്റ് വിഷയങ്ങൾ പരിഗണിക്കണമെന്ന ആവശ്യവും ഇന്നും ശക്തമായി വരും. എന്തൊക്കെയാണ് ഇന്നിപ്പോൾ പാർലമെന്റിൽ പ്രതീക്ഷിക്കുന്നത് റഷീദ്? ജിൽസി, പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമായിട്ടുള്ള ദിവസമാണ് ഇന്ന്. പ്രത്യേകിച്ചും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ കൊണ്ടുവന്നിട്ടുള്ള അവിശ്വാസ പ്രമേയം അത് ലോക്സഭയുടെ പരിഗണനയിൽ വരികയാണ്. 118 എംപിമാർ ഒപ്പുവെച്ചിട്ടുള്ള ഈ അവിശ്വാസ പ്രമേയം ഇന്ന് അവതരിപ്പിക്കാനാണ് സാധ്യത. ഇന്നത്തെ ലിസ്റ്റിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടത്. എന്തായാലും ഡോക്ടർ മുഹമ്മദ് ജാവേദ് MP ആയിരിക്കും ഈ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുക. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തണമെന്നുള്ള ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വെക്കുകയും ചെയ്യും. ഈ അവിശ്വാസ പ്രമേയം ചർച്ച അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ ഓം ബിർള ആയിരിക്കില്ല സഭ നിയന്ത്രിക്കുക എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസവും അദ്ദേഹം സഭാ നിയന്ത്രണങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ഈ വിപ്പ് നേരത്തെ തന്നെ കോൺഗ്രസ് നേതാക്കൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഈ ചർച്ചയ്ക്കിടയിൽ പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJPയും എംപിമാർക്ക് ഇത്തരത്തിൽ വിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. പശ്ചാത്തലത്തിൽ എല്ലാ എംപിമാരും ഇന്ന് സഭയിൽ ഹാജരായേക്കും എന്നുള്ളത് തന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്തായാലും കൂടുതൽ നടപടികൾ എടുക്കണമെന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും അതോടൊപ്പം പ്രതിപക്ഷ എംപിമാരെയും സഭയിൽ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ള കടുത്ത ആരോപണമാണ് ഓം ബിർളയ്ക്കെതിരെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. അതോടൊപ്പം സഭയിൽ പ്രതിഷേധിക്കുന്ന എംപിമാർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന ഒരു നയം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതിലും കടുത്ത പ്രതിഷേധം ഉയരുകയും ചെയ്യും. എന്തായാലും ഇന്ന് അവിശ്വാസ പ്രമേയം പരിഗണിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ സഭ പ്രക്ഷുബ്ധമാകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിലെ സാഹചര്യം ചർച്ച ചെയ്യണം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പക്ഷേ ഏകപക്ഷീയമായി കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഇത്തരത്തിൽ പ്രസ്താവന ഇറക്കിക്കൊണ്ട് തടി തപ്പുന്ന ഒരു സമീപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ചർച്ചകൾ വേണം എന്നുള്ള ഒരു ഉറച്ച നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത്. ഈ വിഷയങ്ങളിലും രണ്ട് സഭകളിലും പ്രതിപക്ഷം പ്രതിഷേധിക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. അതോടൊപ്പം ഇന്ത്യ US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പ്രധാനമന്ത്രി മറുപടി പറയണം എന്നതടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ കൂടി ഇന്ന് സഭ പ്രക്ഷുബ്ധമാകും. എന്തായാലും ഇത്തരത്തിൽ സഭ ഇന്നും തടസ്സപ്പെടാനുള്ള സാധ്യതകൾ തന്നെയാണ് മുന്നിൽ കാണുന്നത്. അതോടൊപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിശ്വാസ പ്രമേയം ഇന്ന് സഭയുടെ പരിഗണനയിൽ വരികയാണ് എന്നുള്ളത് കൂടിയാണ് ഇന്ന് കണക്കാക്കേണ്ടത്.